ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മോറൽ ടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഒരു സുഹൃത്ത് ചോദിച്ച ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമാണ്. യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഹോം പേജിൽ കാണുന്ന നമുക്കാവശ്യമില്ലാത്ത അശ്ലീലമായ ചില വീഡിയോകൾ അല്ലെങ്കിൽ നമുക്കിഷ്ടമില്ലാത്ത രൂപത്തിലുള്ള വീഡിയോകൾ കാണുന്നു എന്നൊരു പ്രശ്നമാണ്. അത് എങ്ങനെ ഒഴിവാക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ ഞാൻ അയക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ, അശ്ലീലമായ വീഡിയോകൾ കാണാനുള്ള ഒന്ന് രണ്ട് കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, നമ്മൾ സെർച്ച് ചെയ്യുന്ന കണ്ടന്റുകൾക്കനുസരിച്ചാണ് നമുക്ക് പിന്നീട് യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വീഡിയോകൾ കാണുക. നമ്മൾ എന്താണോ കൂടുതൽ സെർച്ച് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള വീഡിയോകളായിരിക്കും കൂടുതലായും കാണുക. രണ്ടാമത് ഉള്ള കാരണം, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ചാനലിൻ്റെ വീഡിയോകളായിരിക്കും നമുക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആദ്യമായി അതിൽ കാണുന്ന ആ ഹോം പേജിൽ തന്നെ കാണുന്ന വീഡിയോ. മൂന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ, യൂട്യൂബിൽ റെസ്ട്രിക്റ്റഡ് മോഡ് ഓൺ ചെയ്ത് വെച്ചാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. അത് എങ്ങനെ ചെയ്യാമെന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ മൊബൈലിൽ യൂട്യൂബ് തുറക്കുന്ന സമയത്ത് വരുന്നതാണ് ഹോം പേജ്. ഈ ഹോം പേജിൽ ഇങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്തത് എങ്ങനെ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്, അല്ലേ? അപ്പോൾ ഇതെന്തുകൊണ്ടൊക്കെ ആയിരിക്കും വരുന്നത്? ഒന്ന്, നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് നമ്മൾ സാധാരണ കാണുന്ന വീഡിയോ, അതുമായിട്ട് ബന്ധപ്പെട്ടത് അതേ ചാനലിലുള്ള മറ്റു വീഡിയോ, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ചാനലിലുള്ള മറ്റു വീഡിയോസ്, ഇതൊക്കെയാണ് നമുക്ക് ലിസ്റ്റ് ചെയ്യുന്ന ഒരു കാരണം ഈ ഹോം പേജിൽ വരുന്നതിൻ്റെ. വേറൊരു കാരണം, ഇപ്പം ട്രെൻഡിങ് വീഡിയോസ് ഉണ്ടാവും. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ കൂടുതൽ ആൾക്കാർ കണ്ടത് അത് നമുക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യും. പിന്നെ അങ്ങനെയുള്ള വീഡിയോസും നമ്മളെ ഹോം പേജിൽ വരാം. മൂന്നാമതൊന്ന്, ഒരു വീഡിയോ പ്രൊമോട്ട് ചെയ്യാൻ പെയ്ഡ് ചെയ്തിട്ട് ക്യാഷ് കൊടുത്തിട്ട് വീഡിയോ കൂടുതൽ ആൾക്കാരിൽ എത്തിക്കുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ചെയ്തതനുസരിച്ച് നമ്മളെ ഇപ്പം ഒരു അശ്ലീല വീഡിയോ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളിതിൽ കാണും. നമ്മൾ അങ്ങനെ നേരത്തെ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ പോലും അത് നമ്മളെ ഹോം പേജിൽ വരും. പിന്നെ ട്രെൻഡിങ് വീഡിയോ, ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഹോം പേജിൽ ഈ വീഡിയോസ് നമുക്ക് ആവശ്യമില്ലാത്തോ അല്ലെങ്കിൽ നമ്മൾ കാണണ്ടാത്തതോ ആയ വീഡിയോസ് വരുന്നു. അത് ചെയ്യാനുള്ള, അങ്ങനെയുള്ള അശ്ലീല വേണ്ടാത്ത വീഡിയോസൊക്കെ ഒഴിവാക്കാനുള്ള ഒരു മാർഗം റെസ്ട്രിക്റ്റഡ് മോഡ് എനാബിൾ ചെയ്യാന്നുള്ളതാണ്. അപ്പം ആൻഡ്രോയിഡിലൊക്കെ ആണെങ്കിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്താൽ, ഈ മുകൾ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ സെറ്റിങ്സ് വരുമല്ലോ. ആ സെറ്റിങ്സിൽ ജനറൽ സെറ്റിങ്സ് ഉണ്ട്. ഈ ജനറൽ ക്ലിക്ക് ചെയ്താൽ അതിൽ കാണും ഈ പറയപ്പെട്ട റെസ്ട്രിക്റ്റഡ് മോഡ്. അത് ഇങ്ങനെ എനാബിൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത്തരം കണ്ടന്റുകൾ ഒഴിവാകും. ഐഫോണിൽ കുറേ കൂടി സിമ്പിളാണ്. ജനറൽ ഇല്ല, ഇതെടുത്ത് സെറ്റിങ്സിൽ നേരിട്ട് തന്നെ ഇങ്ങനെ റെസ്ട്രിക്റ്റഡ് മോഡ് കാണും. പിന്നെ PC-യിലാണ്, കമ്പ്യൂട്ടറിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സെറ്റിങ്സിൽ ഏറ്റവും താഴെയായിട്ട് ഇവിടെ ഇത് ഓഫ് ചെയ്ത് വെക്കാം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇത്തരം അശ്ലീല മോശപ്പെട്ട വീഡിയോസൊന്നും നമുക്ക് ഹോം പേജിൽ കാണിക്കില്ല. 100% ഇല്ല, എന്നാൽ പോലും ഏറെക്കുറെ അത് ഫിൽട്ടർ ചെയ്യാൻ യൂട്യൂബിന് കഴിയുന്നുണ്ട്. ഒരു പ്രശ്നം, ഇത് ചെയ്താൽ കമൻറ്റ് വായിക്കാൻ കഴിയില്ല എന്നാണ്. അതൊരു വിഷയമാണ് ഈ റെസ്ട്രിക്റ്റഡ് മോഡ് ഓൺ ആക്കുമ്പോൾ ഉള്ളത്. ഇനി വേറൊരു മാർഗം, നമ്മൾ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ നമ്മൾ താല്പര്യപ്പെടാത്തൊരു വീഡിയോ കണ്ടാൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് താഴെ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്യലോടുകൂടി പിന്നെ അത്തരം വീഡിയോ കണ്ടന്റുകൾ യൂട്യൂബ് നമുക്ക് കാണിച്ചു തരില്ല എന്നുള്ളതാണ്. ഇത് മറ്റൊരു മാർഗ്ഗമാണ്. മൂന്നാമത്തെ ഒരു മാർഗം, നമ്മൾ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല കണ്ടന്റുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കുറേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രത്തോളം മോശപ്പെട്ട അല്ലെങ്കിൽ വേറെ നമുക്ക് ഇഷ്ടമില്ലാത്ത കണ്ടന്റുകൾ ഈ ഹോം പേജിലേക്ക് കടന്നു വരലിൻ്റെ സാധ്യത കുറയും. ഒരു ചാനലും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഫ്രഷ് ആയിട്ട് ഒരു വീട്ടമ്മമാർ ഉപയോഗിക്കുന്ന ഫോണാണെങ്കിൽ അതിലേക്ക് കുറേ കൂടി ഇത്തരം കണ്ടന്റുകൾ കയറി വരും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ നല്ല കണ്ടന്റുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടി പറയാണ്, നമ്മൾ ഈ ചാനൽ കണ്ട് അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വീഡിയോൻ്റെ താഴെയായിട്ട് സബ്സ്ക്രൈബ് എന്നുള്ളതുണ്ടാവും. ആ സബ്സ്ക്രൈബ് ചെയ്യലോടുകൂടി അവർ ഏത് വീഡിയോ ഇടുന്നുണ്ടോ അതൊക്കെ ഇത് അടിക്കലോടുകൂടി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തവരുടെ വീഡിയോസ് ഇതിൽ കാണിക്കും. പിന്നെ ഇവിടെയുള്ള ഈ ബെൽ ബട്ടണും കൂടെ അടിക്കുകയാണെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും, ഇവർ വീഡിയോ ഇട്ടിട്ടുണ്ട്
എന്നുള്ളത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഹോം പേജിൽ നമ്മൾ യൂട്യൂബ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ യൂട്യൂബ് എടുക്കുന്ന സമയത്ത് അശ്ലീല അല്ലെങ്കിൽ വേണ്ടാത്ത വീഡിയോസ് ഒന്നും കാണിക്കാതിരിക്കാൻ